ഹെവൻലി മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മോടൊപ്പം ആയിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ജിതിൻ വയലിങ്കൽ അച്ഛനാണ്. അച്ഛാ സ്വാഗതം. താങ്ക് യു. അച്ഛനെ അറിയാത്തവരാരും തന്നെ ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം എനർജിയുള്ള, പ്രത്യേകിച്ച് ചങ്കാണൻ്റെ യേശുവൊക്കെ വളരെ എനർജി ആയിട്ട് ആലപിച്ച, നമ്മുടെ ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛാ, നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ പങ്കുവെച്ചായിരുന്നു. അച്ഛൻ കുറേ ഗാനങ്ങൾ ഈ നാളുകളിലൊക്കെ ചെയ്തല്ലോ അല്ലേ? രചന നടത്തിയിട്ടുണ്ട്, അതുപോലെ സംഗീതം നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയുമോ അച്ഛാ, എങ്ങനെയൊക്കെയാണ്? തീർച്ചയായിട്ടും. അതിന് ആദ്യം തന്നെ വിമനച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഞങ്ങൾക്കെല്ലാം ഒരു മാതൃകയായിട്ട് അച്ഛൻ, ഒരു മോഡലായിട്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യം വന്നു എന്നുള്ളതാണ് ഒരു തരംഗമായി. അതും വെറുതെ ഉള്ള വരവല്ല, ഒരു തരംഗമായി. അപ്പോൾ പിന്നെ പിന്നാലെ ഞങ്ങൾക്ക് വരാനേ ഒരു മടിയുണ്ടായില്ല. അതങ്ങ് ഫോളോ ചെയ്താൽ മതി, അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോയാൽ മതി. അതുപോലെ അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ഇതിലേക്ക് എത്തിച്ചതെന്ന് പറയാം. നമ്മൾ ഒരു പാട്ടിങ്ങനെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ദൂരെ ഇടവകപ്പള്ളി എന്നുള്ള പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതിങ്ങനെ നമ്മളെ അറിയുന്നവരൊക്കെ, അച്ഛൻ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, അച്ഛൻ ഒന്ന് കമ്പോസ് ചെയ്യുക. അപ്പോൾ അച്ഛൻ ഇത് കുറേ ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി അച്ഛാ, ആരും ഗവനിക്കുന്നില്ല അച്ഛാ, വരികൾ അത്ര പോരാ എന്നൊക്കെ പറഞ്ഞാണ്. അതിനെന്നാ അപ്പം ഞാൻ പറയാം, അതിനെന്നാ നമുക്ക് ചെയ്യാമല്ലോ, കുഴപ്പമില്ല. അറിയപ്പെടാത്ത ആളുകളാണ്, പക്ഷേ അല്ലേ അവരുടെ വരികളിൽ അവരുടെ ഹൃദയമുണ്ട്. അതെ 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 അതെ. അപ്പം പിന്നെ ഒന്ന് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്. അപ്പം ഞാൻ പറയും, സമ്പത്ത് എൻ്റെ കയ്യിലില്ല കേട്ടോ, നമുക്കത് അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തണമെന്ന് പറയും. അപ്പം അങ്ങനെയാണ് അവർ തന്നെയാണ് അവരെ സമ്പത്തൊക്കെ കണ്ടെത്തുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഇപ്പം നമ്മൾ ഈ സെക്ഷനിൽ പാടാൻ പോകുന്ന ഒരു പാട്ടിൽ അമൽ എന്ന് പറഞ്ഞ ഒരു യുവാവാണ്. നല്ല ഈശോയെ സ്നേഹിക്കുന്ന, ഒരുപാട് പാട്ടുകൾ വെളിച്ചം കാണുന്നു. ഒരു പാട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിട്ട് അമൽ ഇങ്ങനെ, അവിടെ അമൽ പറയുകയാണ്, അവനിങ്ങനെ ഈ പൈസ കണ്ടെത്തി എല്ലാ കൂട്ടുകാരുടെയൊക്കെ 500, 1000 ഒക്കെ കളക്ട് ചെയ്തിട്ട് വളരെ ലോ ബഡ്ജറ്റിൽ ഞങ്ങൾ ഒരു പാട്ട് ഇറക്കുകയുണ്ടായി. ആദ്യത്തെ അവൻ എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. അപ്പം അങ്ങനെ സാധാരണക്കാരുടെ വരികളാണ് കൂടുതലായിട്ട് ഈശോ കൊണ്ട് കൈ തന്നത്. പ്രിയപ്പെട്ട അമൽ ഇത് കാണുന്നുണ്ടല്ലോ, അമലിൻ്റെ പ്രിയപ്പെട്ട ജിതിൻ അച്ഛൻ ഇതാ അമലിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ഗാനായി പാടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. ജീവിതയാത്രയിൽ ഒരു കൈത്താങ്ങായി നീ കൂടെയുണ്ടല്ലോ എൻ്റെ നാഥ. അറിയാതെ ചെയ്തൊരു പാപങ്ങളൊക്കെയും അനുതാപമോടങ്ങ് പൊറുക്കേണമേ. ജീവിതയാത്രയിൽ ഒരു കൈത്താങ്ങായി നീ കൂടെയുണ്ടല്ലോ എൻ്റെ നാഥ. അറിയാതെ ചെയ്തൊരു പാപങ്ങളൊക്കെയും അനുതാപമോടങ്ങ് പൊറുക്കേണമേ. പോയ എൻ ഹൃദയത്തെ നീ പുതുജീവൻ നൽകി ഉണർത്തേണമേ. തളർന്നു പോയ എൻ ഹൃദയത്തെ നീ പുതുജീവൻ നൽകി ഉണർത്തേണമേ. ബലഹീനനാമെന്നെ ശക്തനാക്കി എന്നും നിൻ കരതാരിൽ ചേർത്തിടണേ. എന്നും നിൻ കരതാരിൽ ചേർത്തിടണേ. ജീവിതയാത്രയിൽ ഒരു കൈത്താങ്ങായി കൂടെയുണ്ടല്ലോ എൻ്റെ നാഥ. അറിയാതെ ചെയ്തൊരു പാപങ്ങളൊക്കെയും അനുതാപമോടങ്ങ് പൊറുക്കേണമേ.
മനസ്സിൻ്റെ ഭാരം ഒന്നിറക്കി വയ്ക്കാൻ നീയല്ലാതാരുണ്ട് എൻ ദൈവമേ. മനസ്സിൻ്റെ ഭാരം ഒന്നിറക്കി വയ്ക്കാൻ നീയല്ലാതാരുണ്ട് എൻ ദൈവമേ. മെഴുതിരി പോലെന്നും ഉരുകുമൻ എന്നുള്ളം വെൺമതനാക്കി തീർക്കണമേ. എന്നും വെൺമതനാക്കി തീർക്കണമേ. ജീവിതയാത്രയിൽ ഒരു കൈത്താങ്ങായി കൂടെയുണ്ടല്ലോ എൻ്റെ നാഥ. അറിയാതെ ചെയ്തോരു പാപങ്ങളൊക്കെയും അനുതാപമോടങ്ങ് പൊറുക്കണമേ. ജീവിതയാത്രയിൽ ഒരു കൈത്താങ്ങായി കൂടെയുണ്ടല്ലോ എൻ്റെ നാഥ. അറിയാതെ ചെയ്തോരു പാപങ്ങളൊക്കെയും അനുതാപമോടങ്ങ് പൊറുക്കണമേ. ജിതിനച്ച വളരെ സുന്ദരമായിരിക്കുന്നു. താങ്ക് യു. അമലെ മോൻ്റെ വരികൾ ചെറുപ്പക്കാരനാണല്ലോ അല്ലേ? അതെ അതെ അതെ. വളരെ മനോഹരമായിട്ടുള്ള വരികൾ കേട്ടോ, സുന്ദരമായിരിക്കുന്നു. കരുതുന്ന തമ്പുരാനെ പറ്റി ജിതിനച്ച അച്ഛൻ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞുനാളെ തൊട്ട്. പക്ഷേ അച്ഛൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല ജ്ഞാനമുള്ള അല്ലേ, എല്ലാവരും സെമി ക്ലാസിക്കൽ ലെവലിലൊക്കെ പോകുന്ന നല്ല പാട്ടുകൾ അച്ഛന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയാണ് നമുക്കൊരു ഗാനം കൂടി കേട്ടാലോ? അതെ, അടുത്ത ഗാനം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ എൻ്റെ ബാച്ചുകാരനായ അച്ഛൻ ഒരു പാട്ട് എഴുതി എന്നോട് ചോദിച്ചു, ഇതൊന്ന് ട്യൂൺ ചെയ്ത് തരാമോ? ഞാൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം. അച്ഛൻ്റെ പേര് റിജ വിധേയത്തിൽ, തൃശ്ശൂർ രൂപതക്കാരനാണ്. അച്ഛൻ ഇപ്പം പാരീഷിൽ മിനിസ്റ്റർ ചെയ്യുന്നു. നിന്ദിതനായി തെരുവീഥിയിൽ കീറിമുറിഞ്ഞൊരു മേനിയായി കാൽവരിയിൽ ക്രൂശുവാ മൃതിയണയുന്നോരോർമ്മയാ. നിന്ദിതനായി തെരുവീഥിയിൽ കീറിമുറിഞ്ഞൊരു കാൽവരിയിൽ ക്രൂശുവാ മൃതിയണയുന്നോരോർമ്മയായി. നിന്ദിതനായി തെരുവീഥിയിൽ കാണുമീ തിരുവോസ്തിയിൽ തിരുനിണം തൂകുമീ അൾത്താരയിൽ നിൻമുഖം കാണുമീ തിരുവോസ്തിയിൽ തിരുനിണം തൂകുമീ അൾത്താരയിൽ. മുറിവേറിയ മാനസങ്ങളിൽ മുറിവുണക്കിടാൻ രോഗദുരിത ജീവിതത്തിൽ സൗഖ്യമേകിടാൻ. മുറിവേറിയ മാനസങ്ങളിൽ മുറിവുണക്കിടാൻ രോഗദുരിത ജീവിതത്തിൽ സൗഖ്യമേകിടാൻ. നാവിൽ അലിയുമൊരനുഭവം
നിന്ദിതനായി തെരുവീതിയിൽ കീറിമുറിഞ്ഞൊരു മേനിയാ, ജീവിതം ബലിയിടാൻ കുർബാനയിൽ കൃപകളാൽ നിറയുമീ ബലിവേദിയിൽ, ജീവിതം ബലിയിടാൻ കുർബാനയിൽ കൃപകളാൽ നിറയുമീ ബലിവേദിയിൽ, പാപികളുടെ ജീവിതത്തിൽ തിരുഭോജ്യമായി ദിവ്യരഹസ്യ സ്വീകരണം ഹൃത്തിൽ അലിവാൻ, പാപികളുടെ ജീവിതത്തിൽ തിരുഭോജ്യമായി ദിവ്യരഹസ്യ സ്വീകരണം ഹൃത്തിൽ അലിവാൻ, അരികിൽ വരുമീ ബലിയിൽ അലിവാൻ, നിന്ദിതനായി തെരുവീതിയിൽ കീറിമുറിഞ്ഞൊരു മേനിയാ. ജിതിനച്ച പറയാതിരിക്കാൻ വയ്യ, വളരെ വളരെ മനോഹരം. താങ്ക് യു. അച്ഛൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിടത്തോളം വളരെ എല്ലാ പാട്ടും ഒരു പുതുമയുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന വളരെ സുന്ദരമായ മെലഡികളൊക്കെ അച്ഛൻ അത് തയ്യാറാക്കിയിരിക്കും. നല്ല വരികൾ അച്ഛൻ ഭംഗിയായിട്ട് അതിന് മ്യൂസിക് ചെയ്തു. അച്ഛൻ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ആരാണ്? ഓർക്കസ്ട്രേഷൻ ചെയ്തത് ഡെനി ഡെൻസിൽ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ട്. ഡെനി ഡെൻസിൽ, അതൊരു നമ്മുടെ ചെറുപ്പക്കാരൻ പയ്യന, കൊല്ലംകാരനാണ്. എനിക്ക് തോന്നുന്നു ഈ നാളുകളിൽ കുറേ ഹിറ്റ് ഒരുപാട് പാട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രേഷൻ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓർക്കസ്ട്രേഷനാണ് അദ്ദേഹത്തിന്റെ. കൊല്ലംകാരനാണ് പയ്യൻ, ചെറുപ്പക്കാരൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ നമുക്കൊരു വേറൊരു പാട്ടിലേക്ക് പോയാലോ? ശരി. അടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ എപ്പിസോഡിൽ മുഴുവൻ സാധാരണ ജനങ്ങളുടെ വരികളെടുത്ത്. അപ്പോൾ ഇതിനകത്ത് ഒരു ലവ്ലി കാട്ടൂർ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെയാണ്, കാഞ്ഞിരപ്പള്ളിയിലാണ് ചേച്ചിയുടെ വീട്. ചേച്ചിയുടെ ഒരു 3-4 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ ഒരു സാധാരണ ഒരു ഹൗസ് വൈഫാണ്. പക്ഷേ ഒരുപാട് പാട്ടുകൾ എഴുതി, ഒരു 100-150 ചേച്ചിയുടെ കയ്യിലുണ്ടെന്നാണ് ലിറിക്സ്. ഓൾറെഡി ഒന്നും ഇറക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇത് ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു പാട്ടാണ്. ചിത്ര അരുണാണ് ഈ പാട്ട് പാടിയത്. ും കൂദാശയായി എൻ്റെ ഈശോ എന്നിലണയുമ്പോൾ, നാവിലലിയും കൂദാശയായി എൻ്റെ ഈശോ എന്നിലണയുമ്പോൾ, നിന്നെ സ്വീകരിക്കാനായി എന്നുള്ളം കൊതിയോടെ അണയും നിതാ, ഞാനിന്ന് കൊതിയോടെ അണയും നിതാ, നിന്നെ സ്വീകരിക്കാനായി എന്നുള്ളം കൊതിയോടെ അണയും നിതാ, ഞാനിന്ന് കൊതിയോടെ അണയും നിതാ, ദിവ്യകാരുണ്യമായെന്നിൽ
വന്നിടും നേരം ഞാൻ നിന്നിൽ അറിയാതെ ലയിച്ചിടും ഈശോ. ഞാൻ നിന്നിൽ അറിയാതെ ലയിച്ചിടും ഈശോ. ദിവ്യകാരുണ്യമായ എന്നിൽ വന്നിടും നേരം ഞാൻ നിന്നിൽ അറിയാതെ ലയിച്ചിടും ഈശോ. ഞാൻ നിന്നിൽ അറിയാതെ ലയിച്ചിടും ഈശോ. പാപിയാമെൻ്റെ ഹൃത്തിലെഴുന്നള്ള യോഗ്യത എന്നിലില്ലൻ നാഥാ. പാപിയാമെൻ്റെ ഹൃത്തിലെഴുന്നള്ള യോഗ്യത എന്നിലില്ലൻ നാഥാ. എങ്കിലും നിൻ കരങ്ങൾ നീട്ടി മാറോടണയ്ക്കുന്ന ദിവ്യകാരുണ്യം എന്നെ പൊതിയുന്നു. എങ്കിലും നിൻ കരങ്ങൾ നീട്ടി മാറോടണയ്ക്കുന്ന ദിവ്യകാരുണ്യം എന്നെ പൊതിയും. കരുതലേക്കിടുവാൻ ദിവ്യരഹസ്യങ്ങൾ സ്നേഹസ്വാന്തനമായി നീ ബലിയിൽ. കരുതലേക്കിടുവാൻ ദിവ്യരഹസ്യങ്ങൾ സ്നേഹസ്വാന്തനമായി നീ ബലിയിൽ. ഉൾത്താരിൽ കൈക്കൊണ്ട സ്നേഹരഹസ്യങ്ങൾ എന്നന്തരാത്മാവിൻ കിരണങ്ങളാ. ഉൾത്താരിൽ കൈക്കൊണ്ട സ്നേഹരഹസ്യങ്ങൾ എന്നന്തരാത്മാവിൻ കിരണങ്ങളാ. നാവിലലിയും കൂദാശയായി എൻ്റെ ഈശോ എന്നിലണയുമ്പോൾ നിന്നെ സ്വീകരിക്കാനായി എന്നുള്ളം കൊതിയോടെ അണയും നിതാ. ഞാനിന്ന് കൊതിയോടെ അണയും നിതാ. ദിവ്യകാരുണ്യമായ എന്നിൽ വന്നിടും നേരം ഞാൻ നിന്നിൽ അറിയാതെ ലയിച്ചിടും ഈശോ. ഞാൻ നിന്നിൽ അറിയാതെ ലയിച്ചിടും ഈശോ. ദിവ്യകാരുണ്യമായ എന്നിൽ വന്നിടും നേരം ഞാൻ നിന്നിൽ
ജിതിനച്ച അതിലെ വരികൾ പോലെ അറിയാതെ ലയിച്ചു പോയി എന്നെ ഈശോ. ഗാനം കേട്ടപ്പോൾ ശരിക്കും ലയിച്ചിരുന്നു പോയി. താങ്ക് യു. വരികൾ അത് നല്ല മ്യൂസിക് അച്ഛൻ കൊടുത്തിരിക്കുന്നത്, അത് വളരെ കൃത്യമായിട്ട് അച്ഛൻ പാടി. പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. അച്ഛൻ ഈ പാട്ട് ട്യൂൺ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് അനുഭവങ്ങൾ അച്ഛൻ ഷെയർ ചെയ്യാനുണ്ടോ? ഇത് ഞാനൊരു റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് പറയുന്നതിനൊരു കുഴപ്പമില്ല. ഞാൻ പണ്ട് കേട്ടതുപോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ആ പാട്ടിൻ്റെ ഒരു രാഗം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്തു. ഇത് വെച്ച് പാടാൻ ചെറിയ കഷ്ടപ്പെട്ടു. കാരണം ഇത് നല്ല ഔട്ട്, നല്ല പവറുള്ള. അച്ഛൻ കർണാട്ടിക്കായിട്ടൊന്നും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും അച്ഛൻ്റെ പാട്ടുകൾക്കൊക്കെ അതിൻ്റെ തിങ്സുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു. അപ്പോഴങ്ങനെ ഇത് പാടാൻ ഹൈ നോട്ടുകളാണ് കൂടുതലും. അതുകൊണ്ട് ഇത് സാധാരണ ആളുകൾക്ക് അങ്ങനെ കിട്ടത്തില്ല. പക്ഷേ പട്ടങ്ങൾക്കൊക്കെ ഇത് പാടിയിട്ടുണ്ട്. നല്ലൊരു ഫീലുള്ളൊരു പാട്ടാണ്. അപ്പം അങ്ങനെ അറിയാതെ ലയിച്ച് അതിൻ്റെ ചേർന്ന ഒരു ദിവ്യകാരുണ്യം കുർബാന സ്വീകരിച്ച് നന്ദിയോടെ കൈവച്ച് ഗാനം കേൾക്കുവാണെങ്കിൽ അതെ മനസ്സ് നിറയും. ലവ്ലി ചേച്ചി അങ്ങനെയാണ് അത് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഓരോ വരികളും നമുക്ക് കിട്ടുമ്പോൾ, ഓരോ പാട്ടിൻ്റെ വരികൾ നമുക്കറിയാതെ ഒരു സംഗീതം അങ്ങ് തരികയാണ്. അതാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ കുറേ നാളുകൾ ഇങ്ങനെ പോകും, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ ചിലപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഗാനങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ ആ ഒരു രാഗങ്ങളും അതൊക്കെ ഇങ്ങനെ അതിനോട് ചേർന്നങ്ങ് വരികയാണ്. അപ്പോൾ നമുക്കത് വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇത് സാധാരണക്കാർക്ക് പാടാൻ പറ്റത്തില്ല. ഇതെന്തൊരു പാട്ടാണ്, അച്ഛൻ തന്നെ പാടാൻ പറ്റത്തില്ല, അല്ല പിച്ച് കിട്ടുന്നില്ല. നമ്മൾ ശരിക്കും ഒരു ഭയങ്കര റേഞ്ചിലുള്ളൊരു പാട്ടാണ്. പക്ഷേ എങ്കിലും നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആത്മസംതൃപ്തിയാണ്. ഈ രാഗങ്ങളങ്ങ് കേട്ട് അതിൻ്റെ ഒരു ശൈലിയിലങ്ങ് വരുമ്പോഴത്തേനും നല്ലൊരു വർക്ക് ചെയ്ത ഒരു സംതൃപ്തി. അതെ 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 അതെ. അപ്പം അങ്ങനെ സന്തോഷം. ഇത് ചിത്ര അരുൺ ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അനിറ്റ് പി ജോയാണ്, കോട്ടയത്തുള്ള. അങ്ങനെ വളരെ ചെറിയ അച്ഛൻ കാസർഗോഡാണല്ലോ. അതെ. അപ്പോൾ വർക്കുകളൊക്കെ കൂടുതലും അപ്പോൾ അത് അവിടെ തന്നെയാണോ സ്റ്റുഡിയോ വർക്കുകളൊക്കെ നടക്കുന്നത്? എറണാകുളം ബേസിലേക്ക് വരേണ്ടി വരുമോ? നമ്മൾ കാസർഗോഡ് അങ്ങനെ വലിയ കാസർഗോഡ് കണ്ണൂർ ഏരിയയിൽ അങ്ങനെ നല്ലൊരു സ്റ്റുഡിയോകളില്ല, റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ. പിന്നെ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുകളെല്ലാം എറണാകുളത്താണ്. അപ്പോൾ നമുക്ക് എറണാകുളം ആശ്രയിക്കേണ്ടി വരികയാണ്. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ ആവശ്യമില്ല, നമ്മൾ നന്നായിട്ട് ഇതങ്ങ് പാടി കൊടുക്കുന്നു, അവരതനുസരിച്ച് കറക്റ്റായിട്ട് പാടിക്കോളും. അതൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എല്ലാവർക്കും. അതെ അതെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ അത് കറക്റ്റ് ചെയ്തോളും. പിന്നെ പ്രോഗ്രാം ചെയ്യുന്ന ആളും അതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകളൊക്കെ അവിടെ ഞാൻ പോകാതെ തന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ കിട്ടിക്കഴിയുമ്പം മനസ്സിനൊരു വലിയ സന്തോഷം. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഈശോയുടെ സ്നേഹം തോന്നുന്ന ഒത്തിരി പാട്ടുകൾ, ഈശോയുടെ സ്നേഹം ഈ കേൾക്കുമ്പോൾ തോന്നും. അതായത് നമ്മുടെ ഉള്ളിൽ നമുക്കൊക്കെ ഈശോയുടെ സ്നേഹമുണ്ട്. എന്നാൽ ചില വരികൾ കേട്ട് കഴിയുമ്പോൾ, പാട്ടുകൾ കേട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു സ്നേഹം കൂടി പോകും. അച്ഛൻ്റെ പാട്ടുകൾക്കൊക്കെ അതുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ഗാനങ്ങൾ എഴുതാനായിട്ട്, അതുപോലെ സംഗീതം ചെയ്യാനായിട്ട് അച്ഛൻ്റെ പറ്റട്ടെ. താങ്ക് യു അച്ഛാ, താങ്ക് യു. പ്രാർത്ഥനയ്ക്ക് നന്ദി അച്ഛാ. ഞാനിങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ പാടി എൻ്റെ വിശേഷങ്ങൾ മാത്രമായിട്ട് ഈ ഹെവൻലി മെലഡീസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ്റെ ഒരു പാട്ട് അത് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് കേരള കത്തോലിക്ക ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരും അത് ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ്റെ നല്ല മനോഹരമായ ശബ്ദമാണ് ദൈവം കനിഞ്ഞു നൽകി. ആ ശബ്ദത്തെ ലോകത്തിന് കൊടുക്കാൻ അച്ഛന് സാധിച്ചു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങളും അതിൽ അഭിമാനിക്കുന്നു. അച്ഛൻ്റെ സ്വരത്തിൽ ഞങ്ങളൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ജിതിൻ. ഉറപ്പായിട്ട് ഗോരഖ്പൂർ ഡയസിസിന് വേണ്ടി നമ്മുടെ ഈ ഡയസിസിലുള്ള ജോമിഷ് ബ്രദറാണ്. പക്ഷെ കുറേ വരികളൊക്കെ ഇങ്ങനെ എഴുതും. എല്ലാം അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട്. ജോമിഷ് ബ്രദറിൻ്റെ ഒരു വരികൾ ഇതിന് സംഗീതം ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഡെന്നി ഡെൻസിലാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഓർക്കസ്ട്ര ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ആ ഒരു ഗാനം ഞാനിപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം. മനമുരുകും വേദനയാ കീഴുന്നു ഞാൻ നിൻ മുൻപിൽ. മനമുരുകും വേദനയാ കീഴുന്നു ഞാൻ നിൻ മുൻപിൽ. കരയുവാനായി കണ്ണുനീരുമില്ല
കണ്ണുനീരുമില്ല നയനങ്ങളിൽ എൻ ഈശോയേ. നീ എന്നെ ചേർക്കുമോ ആയിട നെഞ്ചിലാ, നീയില്ലാതെ ഞാനെന്തു വേണം. നീ എന്നെ ചേർക്കുമോ ആയിട നെഞ്ചിലാ, നീയില്ലാതെ ഞാനെന്തു വേണം. കല്ലും മുള്ളും മാത്രമാണെൻ ജീവിതത്തിൻ പാതയിലെന്നും. കല്ലും മുള്ളും മാത്രമാണെൻ ജീവിതത്തിൻ പാതയിലെന്നും. സന്തോഷമേ നീ എങ്ങു പോയി, മറന്നുവോ എൻ ജീവിതത്തെ. നീ എന്നെ ചേർക്കുമോ ആയിട നെഞ്ചിലാ, നീയില്ലാതെ ഞാനെന്തു വേണം. നീ എന്നെ ചേർക്കുമോ ആയിട നെഞ്ചിലാ, നീയില്ലാതെ ഞാനെന്തു വേണം. വാവ്, സൂപ്പർ, അടിപൊളിയായിരിക്കും. Thank you, കേട്ടോ, ഒരു കോമഡി ഉത്സവത്തിലൊക്കെ പറയും, ഒന്നും പറയാനില്ല. വിപിനച്ചൻ തകർത്തു. ജിക്കുട്ടൻ പറഞ്ഞു. താങ്ക് യു അച്ഛാ. നല്ലതായിട്ട്, നല്ല വോയിസ്, നല്ല ഭക്തിപൂർവ്വം. നീ എന്നെ ചേർക്കുമോ ആയിട നെഞ്ചിലായി. ആ വരികൾ വളരെ ഹൃദയസ്പർശിയാണ്. നമ്മുടെ കർത്താവ് നമ്മളിങ്ങനെ, ഈശോ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നവരെ തോന്നും. അത് അച്ഛൻ വളരെ മനോഹരമായിട്ട്, അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനം സംഗീത ലോകത്തിന് അച്ഛൻ ഈ ഡിവോഷണൽ സോങ്ങിലൂടെ അച്ഛൻ നൽകി. അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അച്ഛനെ തേടി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. സഭ മുഴുവൻ അഭിമാനിക്കുന്നു. ദൈവജനം മുഴുവൻ അഭിമാനിക്കുന്നു. അച്ഛന് ഒരുപാട് അവസരങ്ങൾ പാടാൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജിജുലച്ച, ഒത്തിരി ഈ ഒരു എപ്പിസോഡ് ഇവിടെ തിരികെയാണ്. ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു എപ്പിസോഡാണ്. പ്രത്യേകിച്ച് ജിതിനച്ച അച്ഛൻ്റെ അടുക്കൽ വന്ന് അച്ഛൻ തന്നെ പറഞ്ഞ സാധാരണക്കാരുടെ ഹൃദയത്തിൽ നിന്നുള്ള വരികൾ, അതിന് അച്ഛൻ നൽകിയ ദൈവികമായ സംഗീതം, അത് തന്നെ ആയിക്കട്ടെ അച്ഛൻ്റെ ഐഡൻറ്റിറ്റി. അതിലുള്ളൊരു സുവിശേഷം വളരെ വലുതാണ്. നല്ല ഭംഗിയുള്ള, ഹൃദയത്തിൽ തൊടുന്ന അനുഭവങ്ങളും അതുപോലെ ഹൃദയത്തിൽ തൊട്ട കുറേ സംഗീതവും പാട്ടും നമുക്ക് കേൾക്കാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന കാര്യം ഉറപ്പാണ്. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പുതിയ വിശേഷങ്ങളും പുതിയ ഗാനങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി. മുൻപിൽ കരയുവാനായി കണ്ണുനീരുമില്ല നയനങ്ങളിൽ എൻ ഈശോയേ. കരയുവാനായി കണ്ണുനീരുമില്ല നയനങ്ങളിൽ എൻ ഈശോയേ.